മോളെ ഇതൊക്കെ ഒന്ന് എടുത്തേക്കണേ. ശരി ഉമ്മ. സൈന മന വിളിക്ക്, ഓരെത്തി. പഠിച്ചോലെ എന്റെ കുട്ടി വന്നോ? ഉമ്മ മോനെ കബീർ, മെല്ലെ. ഉപ്പ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നടാ? അൽഹംദുലില്ലാ, പടച്ചോന്റെ കൃപ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാനിവിടെ എത്തിപ്പാ. മെല്ലെ. അന്റെ പെങ്ങളുട്ടി വലിയ പെണ്ണായി. എന്താ നോക്ക്, എന്റെ സേനൂട്ടിക്ക് ഒരു മാറ്റമില്ല, ഒന്നുകൂടി മൊഞ്ചത്തായിട്ടുണ്ട്. ഒന്ന് പോയി കാക്ക. ഓൾക്കൊരു മാറ്റമില്ല, അനക്ക മാറ്റോ. ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാതെ ഓൻക്ക് നീ കൊടുക്കാന്ന്. ആ ശരി, നിങ്ങൾ വരും മോനെ. വാ മോളെ. നടക്കി. അല്ല കബീറെ, എന്തേന്ന് എനിക്ക് അവിടെ ബുദ്ധിമുട്ട്? എന്താ പ്രശ്നം? ഞാൻ എഴുതിയിരുന്നില്ലേ നിങ്ങളെ ചങ്ങായി മോമാക്കാനെ പറ്റി? നിങ്ങൾ പറഞ്ഞ പോലെ അയാൾ അത്ര നല്ല മനുഷ്യനൊന്നല്ല. എന്തേ? മൂപ്പര് ഒരു ചതിയനാ. അയാൾ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. എന്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ കഅബത്തിങ്കൽ ചെന്ന് പടച്ചോനോട് ദുആ ചെയ്തു. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും. അതിന്റെ ഫലം വൈകിയാണെങ്കിലും റഷീദ് ക എന്ന നല്ല മനുഷ്യനിലൂടെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതാ പറഞ്ഞത്, നന്മ ചെയ്യുന്നവരെയും തിന്മ ഉപേക്ഷിക്കുന്നവരെയും പടച്ചോൻ കൈവിടൂല. റബ്ബേ നീ തുണ. അല്ല, നിങ്ങളെ വർത്താനൊന്നും ഇനിയും കഴിഞ്ഞില്ലേ? വിശേഷങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. ബാക്കി വിശേഷം ഭക്ഷണശേഷം മതി. ഇക്കാക്കയ്ക്ക് ഇഷ്ടപ്പെട്ട പത്തിരിയും കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പ വലിയ കാക്കുനെ കൂടി വിളിക്ക്. ആ വിളിക്കാം. ചെല്ലു. കരീമ, വർത്താനൊക്കെ പിന്നെ പറയാ. ഇങ്ങോട്ട് വാ. ആ ഇതാ വരുന്നേ. ആ ആചാരല്ലേ അത്? അസ്സലാമലൈക്കും. വാലൈക്കും സലാം. അല്ല, എവിടുന്ന ആചാരേ? പുതുതായി തുടങ്ങുന്ന അറബി കോളേജിന്റെ മീറ്റിങ്ങിന് പോയിട്ട് വരുന്ന വഴിയാ. ഇവിടെ ഒന്ന് രണ്ടാളെ കാണാനുണ്ട്. എന്നാ ശരി. ആ അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ആ അജ്മലെ, ഈ നമ്മളെ കബീർ വന്നത് അറിഞ്ഞില്ലേ? ഈ ആ കബീറിനെ ചെന്ന് കാണ്. എന്നിട്ടേ ഓനോട് എങ്ങനെങ്കിലും ഒരു വിസ ശരിയാക്കി തരാൻ പറയും. അതല്ലാതെ ഇവിടെ നിന്ന് കുടിച്ചും കൂത്താടി നടന്നിട്ട് ആളുകളെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കണ്ട. നേരം വെളുക്കുമ്പോ തന്നെ തുടങ്ങി തള്ളു ഉപദേശിക്കാൻ. നിന്റെ സ്വഭാവം നന്നാക്കിയാ നന്നാവൂല. അന്നെ എനിക്കറിയാലോ. കുടുംബത്തിലുള്ള ആകെയുള്ള ഒരു ആന്തരിയായി. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ ഉപ്പാക്ക്. എന്റെ ദുർനടപ്പ് കാരണം ഹൃദയം പൊട്ടിയാണ് എന്റെ വാപ്പ മരിച്ചത്. അതും പോരാഞ്ഞിട്ട് കെട്ടിച്ചാഴ്ചന്റെ പെങ്ങന്മാര് എന്റെ കെട്ടിയോള് ഈ ചവിട്ടി പുറത്താക്കിയില്ലേ? എന്റെ കുട്ടിനെ ഈ തിരിഞ്ഞു നോക്കുന്നുണ്ടാ? തന്നാലുണ്ടല്ലോ. എടാ, അന്നെ നൊന്ത് പറ്റ അമ്മാനും കൂടി എനിക്ക് തല്ലണല്ലേ? ഇതെന്റെ കുടുംബകാര്യാ, ഇതിലാരും ഇടപെടണ്ട. ഇടപെടും. അന്റെ ദുർനടപ്പ് കൊണ്ട് നീറി നീറി മരിച്ച അന്റെ വാപ്പ എന്റെ ഒറ്റ ചങ്ങാതിയായിരുന്നു. അന്റെ വാപ്പാനോടും കുടുംബത്തിനോടും ഒക്കെ എനിക്കും കുറച്ച് കടപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഈ വിരട്ടലിനുണ്ടല്ലോ, അതിന് പേടിക്കണു നല്ലടാ ഈ മൂസ. ഓനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൂസാക്ക, ഓൻ നന്നാവൂല. അജ്മലിന് എന്തെല്ലാം വന്നു. അജ്മലിന് അതൊക്കെ പുല്ല. ഇന്നെ ആരും നന്നാക്കാൻ നോക്കണ്ട. ഓരോരോ ഉപദേശങ്ങൾ.
നിങ്ങൾ കണ്ടല്ലോ ഓന്റെ പോക്ക്. സെയ്താലി മരിച്ചപ്പോഴെങ്കിലും ഓൻ നന്നാവുമെന്ന് ഞാൻ കരുതി. പടച്ചോൻ വിചാരിച്ചാലും നന്നാകാത്ത സൈസാവും. എല്ലാം പടച്ചോന്റെ പരീക്ഷണങ്ങളാണ്, അത് സഹിച്ചല്ലേ പറ്റൂ. ആ അതും ശരിയാണ്. അല്ല, ക്യാൻസർ വന്ന് മരിച്ചു ജീവിക്കുന്ന ഒരാളാണ് ഓനെന്ന് ഓന്റെ കെട്ടിയൊക്കെ അറിയും. അറിയേക്കും. ഓനാ ബന്ധത്തിലൊരു കുട്ടിയില്ലേ? ഉണ്ട്. ഓനിപ്പോ 10 വയസ്സായിട്ടുണ്ടാവും. എനിക്ക് ഓനെ കാണാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല മൂസാക്ക. പക്ഷെ അജ്മലിന്റെ കെട്ടിയോളും കുട്ടീനും കൊണ്ട് ഇങ്ങോട്ട് വരൂല. കാരണം ഓളെ കുടുംബത്തിനോട് ഇവൻ കാണിച്ച ക്രൂരത അത്രയ്ക്കും വലുതാണ്. എന്നെങ്കിലും എന്റെ കുട്ടീനെ കാണും, അതാണ് എന്റെ ആകെയുള്ളൊരു പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും. മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരത്തിന് പരലോകത്ത് വെച്ചാണ് ശിക്ഷ. പടപ്പുകൾക്ക് മനസ്സിലാക്കാൻ ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, ഈ ഉമ്മാന്റെ ഗതി ആർക്കും വരുത്തല്ലേ. തവക്കൽതു അലല്ലാഹ്. എന്താ മൂസാക്ക നിങ്ങളെ മുഖത്തൊരു വല്ലായ്മ? അതിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുക നല്ലത്. ഞാൻ നമ്മളെ സേതാലിന്റെ വീട് വരെ ഒന്ന് പോയിരുന്നു. എന്നിട്ട് അവിടെ കണ്ട കാഴ്ച എങ്ങനെയാ എന്നോട് പറയാ? നിങ്ങൾ അജ്മലിനെ കുറിച്ചായിരിക്കില്ലേ പറയണേ? ആ ഓൻ തന്നെ. ഓനെ ഇനി ഇബിലീസിന്റെ ചെങ്ങായില്ലക്ക. എന്താ സംശയം? എന്താ ചെയ്യ? അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബന. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹ് മൂസാക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നീ വന്ന വിവരം ഞാൻ അറിഞ്ഞു. വീട്ടിൽ ചെന്നപ്പോഴേ ഇമ്മ പറഞ്ഞു നീ പുറത്തെവിടെ പോയിക്കാണ് എന്ന്. എന്നിട്ട് നിങ്ങളൊന്നും ഇവിടെ വെക്കി, ഞാനൊന്ന് നിസ്കരിച്ചിട്ട് ഇപ്പൊ വരാം. ശരി. ആ ഇക്ക എന്തത്ര വൈകിയത്? ഒന്നുമില്ല, 1-2 പേരെ കാണാണ്ടായിരുന്നു. ഇക്കാനെ കാണാൻ മൂസാക്ക വന്നിരുന്നു. ഞാൻ കണ്ടു, പള്ളിയിൽ വെച്ച് കണ്ടു. വാ. ആ അജ്മലെ, അസ്സലാമു അലൈക്കും. നിന്നെ കാണാൻ വേണ്ടി ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു. ഉമ്മാനെ കണ്ടു. ഉമ്മ പറഞ്ഞപ്പോഴാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ആ തള്ളെന്നെ പറ്റി വേണ്ടാത്തൊക്കെ പറഞ്ഞിക്കണല്ലേ. പണ്ടാരടക്കാനത്തുള്ള ചത്തും കിട്ടുന്നില്ല. ഉമ്മ എന്നെ പറ്റി വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടില്ല, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിനക്കൊരു വിസ ശരിയാക്കി തരാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തെല്ലാം പരാക്രമങ്ങളാണെന്ന് ഈ ഉമ്മാനോട് കാട്ടിക്കൂട്ടുന്നത്. ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗമെന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? ഈ കഷ്ടപ്പെടുത്തുന്നതിന്റെയൊക്കെ ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നില്ലേ? ഈ ഗൾഫ് പോയി 10 ഉറുപ്പുണ്ടാക്കിയപ്പോ വലിയ ആളായി പോയില്ലേ. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് നിന്റെ കാട്ടിക്കൂട്ടലുകൊണ്ടാ എനിക്ക് രോഗം ഉണ്ടായതെന്ന്. പക്ഷെ എനിക്ക് എന്റെ ഉപദേശം വേണ്ട, ഞാൻ നന്നാവൂല. നിന്റെ മുന്നിൽ പോവുക എനിക്ക് നല്ലത്. നമ്മുടെ കൂട്ടുകാരൻ മജീനെ മാല പൊട്ടിച്ച കേസിൽ നാട്ടുകാരെല്ലാരും കൂടി പൊതിരെ തല്ലുന്നുണ്ട്. അപ്പൊ അന്നിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. ആ വാ. നന്നാവാത്തൊരു ജന്മം.
പടച്ചോനെ എന്റെ കുട്ടീനെ ഈ കാത്തോളണേ. ഓൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ. ഓന്റെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കുകയും ഓനെ നല്ലൊരു മനുഷ്യനാക്കി കൊടുക്കുകയും ചെയ്യണമേ. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമായ റബ്ബേ, നിന്നോടല്ലാത്ത സങ്കടങ്ങൾ ആരോട് പറയാൻ? റബ്ബേ, നീ തുണ. ആ കബീറെ വാ ഇരിക്കി. അല്ല താത്തയും കുട്ടികളൊക്കെ ഇവിടെ? ഓലോളെ വീട്ടിൽ പോല. എന്തിനൊക്കെ നിങ്ങൾ വരാൻ പറഞ്ഞ? ഒന്നുമല്ല, ഇന്നലെ ഞാൻ അവിടെ വന്നപ്പോഴേ ഉമ്മ എന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. ആ കാര്യം ഞാൻ നമ്മളെ ദല്ലാളെ പൂക്കുട്ടിയാക്കാനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ എന്റെ അഭിപ്രായം? ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. ഇക്ക, ആ കൂട്ടത്തിൽ നമ്മളെ സൈനാന്റെ കല്യാണക്കാരും കൂടി നോക്കണ്ടേ? ആ കാര്യം ഞാൻ പൂക്കുട്ടിയാക്കാനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലക്ക, ചോദിക്കണമെന്ന് കരുതിയിരുന്നു. എന്തേ? നമ്മളെ ബഷീറിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഈ ഗൾഫ് പോയതിന് ശേഷം 1-2 പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു. നിന്നെ കുറച്ചൊക്കെ അന്വേഷിച്ചിരുന്നു. പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് വാണിയമ്പലത്തേതോ തീപ്പെട്ടി കമ്പനിയിൽ ജോലിക്ക് പോയി എന്നുള്ള വിവരം നമ്മളെ മൂസാക്കാന്റെ മകൻ ഫൈസൽ പറഞ്ഞ വിവരേ എനിക്കുള്ളൂ. ജോലി ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ ഉള്ളിൽ കൈ ഒടുങ്ങിയിട്ട് കൈക്കെന്തോ പരിക്ക് പറ്റിയെന്നാ പറയണത്. ജോലിയൊക്കെ ഒഴിവാക്കി പോയി എന്നുള്ള വിവര ഞാൻ അറിഞ്ഞത്. ഞാന് അവനെ തെരഞ്ഞ് അവൻ താമസിച്ചിരുന്ന വാടക വീട്ടിൽ പോയിരുന്നു. പക്ഷേ അവൻ അവിടെയും ഒഴിവാക്കി പോയിരുന്നുള്ള വിവരമാണ് പിന്നീട് അറിഞ്ഞത്. ഒമ്പത് 7-4-5-9-0-7-9-6-2. ഹലോ, കബീർ അല്ലേ? ദല്ലാള് പോക്കുട്ടി സ്പീക്കിംഗ്. അല്ല, നമ്മൾ ദല്ലാള് പോക്കുട്ടി സ്പീക്കിംഗ്. എന്നാ ഇന്നലെ പറഞ്ഞിട്ട് കാണാം, മറക്കണ്ടോ? ശരി, എന്നാല് ആയിക്കോട്ടെ. ഓക്കെ. എന്റെ സീന, ഈ കീറിയൊക്കെ ഒഴിവാക്കിയോടെ എനിക്ക്? ഇല്ലക്ക, ഇത് കുറച്ചേ കീറിയിട്ടുള്ളൂ. ഇത് കാണുമ്പോ എനിക്ക് എന്റെ ബഷീറിനെ ഓർമ്മ വരുന്നേ. ഞാൻ അവന്റെ തുന്നൽക്കടയിൽ ചെല്ലുമ്പോൾ അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തുന്നിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പാവം, ഇപ്പൊ എവിടെയാണാവോ? എന്താണ് അവന്റെ സ്ഥിതി എന്നും അറിയില്ല. എന്താ സൈന, എന്തിനാ കരയുന്നത്? ഇക്കാക്കയ്ക്ക് അറിയോ ബഷീർ കാക്കയ്ക്ക് എന്താ പറ്റിയതെന്ന്? എന്നാ ശരി, ഞങ്ങൾ പോയി വരട്ടെ മോളെ.
എന്താ ഫിറോസെ സുഖല്ലേ? എങ്ങട്ടാ ബഷീറെ? ഞാൻ കബീറിന്റെ വീട് വരുന്ന പോവുക. ശരി. ഓക്കേടാ. ഓ മോളു നോ It's fine, Papa. Okay, please write down. It's fine. സോറി ഇറ്റ്സ് ഓക്കെ ഫൈൻ. എല്ലാവരും പറയുന്നു ഫൈൻ. ഇനി മുതൽ പുതുമയാർന്ന സോപ്പായും ഡിറ്റർജന്റുകൾ നിങ്ങളുടെ വസ്ത്രങ്ങളിലും പുതിയൊരു അനുഭവമാകട്ടെ. ഇതിലെ ബ്ലൂ സ്പെക്കിൾസ് വസ്ത്രങ്ങളിൽ ആഴ്ന്നിറങ്ങി എല്ലാ കറകളും നീക്കുന്നു. കൂടാതെ വസ്ത്രങ്ങളിൽ പുതുമയാർന്ന സുഗന്ധവും നൽകുന്നു. സോ ഫൈൻ ഡിറ്റർജന്റ് പൗഡർ. ഫൈൻ ഫൈൻ സോ ഫൈൻ. സോ ഫൈൻ ഉള്ളപ്പോൾ ഇനി ഞാനും ഫൈൻ. എ ഹസിംകോ പ്രോഡക്റ്റ്. കൊന്നുകളെ ഞാൻ. സൈന, നീ അകത്തു പോ. കള്ള ഹിമാറെ, അനക്ക് ഉമ്മാനും പങ്ങനെ തിരിച്ചറിയില്ലടാ. ഇയാരുടെ മുസാഹിന് നടക്കണ്ടോ? അന്ന ഞാൻ കളിക്കണം. വേണ്ട, കളിക്കണ്ട. ഇനി മേലെ ഓളയും തൊട്ട ആ കയ്യം കൊത്തിരിയുമെന്ന് നീ കുറിച്ചു വെച്ചോ. നിനക്ക് ഞാൻ കാണിച്ചു തരാമടാ. അജ്മൽ ആരാണെന്ന് നീ അറിയും. നോയിന്റെ മോനെ. സേന, ഇത് നമ്മളല്ലാതെ മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് നിന്റെ വലിയാക്ക. അത് കഴിഞ്ഞതിന് ശേഷം ബഷീർ ഖാനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് വലിയക്കാക്ക് പറയണത് കേട്ടു, ബഷീർ കാക്ക് ജോലി ചെയ്യണ സ്ഥലത്തുനിന്ന് കൈക്ക് എന്തോ പറ്റിയെന്നും അത് കാരണം ജോലി ഉപേക്ഷിച്ച് കുടുംബത്തെയും കൂട്ടി മറ്റെങ്ങോ പോയെന്നും. എന്നോടെന്താ ഇക്കാര്യം നേരത്തെ പറയാതിരുന്നത്? അവനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. ഇതറിഞ്ഞിരുന്നെങ്കിൽ ആ ഹിമാറിനെ ഞാൻ വെറുതെ വിടുമായിരുന്നോ? ഇനി അവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. വേണ്ടക്ക, ഒന്നും വേണ്ട. ആരോടും ഒന്നും പറയരുതെന്ന് ബഷീർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു. ഓനുള്ളത് പഠിച്ചും കൊടുത്തോളും.
ആരറിഞ്ഞു ദുഃഖങ്ങളെന്നും വരങ്ങൾ ആരറിഞ്ഞു ആരാരറിഞ്ഞു ദുഃഖങ്ങളെന്നും വരങ്ങൾ ലോകൈകനാഥ ഈ ഉള്ളവന്റെ കഥനങ്ങൾ കേട്ടിടുമോ എന്നും ദുരിതങ്ങൾ അറിഞ്ഞിടുമോ ആരറിഞ്ഞു ആരാരറിഞ്ഞു ദുഃഖങ്ങളെന്നും വരങ്ങൾ ജീവിതം വെറുമൊരു കടലാസു തോണി പോലായിട്ടു നാളേറെയായി ജീവിതം വെറുമൊരു കടലാസു തോണി പോലായിട്ടു നാളേറെയായി ജീവിക്കാൻ മാനവർക്കിടയിൽ ഞാൻ എൻ്റെ കൈകൾ നീട്ടുന്നു ജീവിക്കാൻ മാനവർക്കിടയിൽ ഞാൻ എൻ്റെ കൈകൾ നീട്ടുന്നു അഭിമാനം വിൽക്കുന്നു അപമാനം ഞാൻ സഹിക്കുന്നു ആരറിഞ്ഞു ആരാരറിഞ്ഞു ദുഃഖങ്ങളെന്നും വരങ്ങൾ ദുഃഖങ്ങളെന്നും വരങ്ങൾ ജീവിതമാം പുണ്യം മാനവർക്കേകി അഖില ചരാചര രക്ഷിതാവേ ജീവിതമാം പുണ്യം മാനവർക്കേകി അഖില ചരാചര രക്ഷിതാവേ എന്നെന്നും നിന്റെ കൃപാവരം തേടി ഞാൻ കേഴുകയാണല്ലോ എന്നെന്നും നിന്റെ കൃപാവരം തേടി ഞാൻ കേഴുകയാണല്ലോ കേഴുകയാണല്ലോ അലയുകയാണല്ലോ ആരറിഞ്ഞു ആരാരറിഞ്ഞു ദുഃഖങ്ങളെന്നും വരങ്ങൾ ആരറിഞ്ഞു ആരാരറിഞ്ഞു ദുഃഖങ്ങളെന്നും വരങ്ങൾ ലോകൈകനാഥ ഈ ഉള്ളവന്റെ കഥനങ്ങൾ കേട്ടിടുമോ എന്നും ദുരിതങ്ങൾ
ഉമ്മ ഈ അരി സാധനം അകത്തുകൊണ്ടേക്ക്. എന്താ മോനെ എന്റെ മുഖത്തൊരു വിഷമോ? വെയിലത്തായിരുന്നല്ലോ ഉമ്മ പരിപാടി. പോരാത്തിന് കൊറേ ഇങ്ങോട്ട് നടക്കാനുമില്ലേ. ഉപ്പ കിടക്കന്നെയാണോ? മോനെ ഉപ്പാക്ക് ഇന്ന് തീരെ വയ്യടാ. ഈ ഉപ്പാക്കുള്ള മരുന്ന് വാങ്ങിയില്ലേ? അത് ഞാൻ മറക്കോ ഉമ്മ. ഇതാ മരുന്ന്. ഈ ഗുളികയും വെച്ചോളി. എന്റെ മോന്റെ ഒരു വിധിയെ റബ്ബേ, ഈ കാണുന്നില്ല ഇതൊക്കെ. ഉപ്പ അതൊന്നും സാരല്ല. പടച്ചോ നമുക്കൊരു വഴി കാണിച്ചു തരും. ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭാരം കുറച്ചുകൂടി കുറയായിരുന്നു. ഇങ്ങനെ ജീവിച്ചവായിട്ട് കടത്താതെ എന്നെ അങ്ങോട്ട് കൊണ്ടാകാൻ ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം വെറുതെയാ. കുട്ടി, ഇനിയും എന്നെ സഹിക്കേണ്ടി വരും. മാതാപിതാക്കൾ മക്കൾക്കൊരു ഭാരമാണോ ഉപ്പ? ദയവ് ചെയ്ത് ഇത്തരം വർത്താനം എന്നോട് പറയരുത്. എന്തിനാ മോനെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഒക്കെ ശരിയാവും. വാ, നമുക്ക് എന്തേലും കഴിക്കാം. ചെല്ലു മോനെ. ആ നിർത്തറ. ഹലോ, ഓട്ടം വന്ന പൈസ കിട്ടിയില്ല. ഓന്റെ ഒരു പൈസ. അജ്മലേ, ഈ പൈസ കൊടുത്താളാ. പിടിച്ച പൈസ മോനെ. പൈസ ചോദിച്ചതിന് നീ എന്നെ തല്ലിയല്ലേ? അണ്ണാ പ്രകാശ, മജിദേ വേണ്ട, ഇതെനിക്ക് കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. അപ്പൊ നീ നല്ലതിലേക്ക് പോകൂലല്ലേ? അന്റെ പൈസ അജ്മല, എന്താ അങ്ങോട്ട് പോ. എന്താ നീത്തിയത്? എന്താ ചെയ്യ? എന്താ അങ്ങനത്തെ തമാടിത്തരം ചെയ്താ കാട്ടുക? അല്ല, എന്താ പ്രശ്നം? വണ്ടി വാടക ചോദിച്ചാ ഓനെ തല്ലിയത്. സാരല്ല, ഓന്റെ സ്വഭാവം അങ്ങനെ. അല്ല, എന്റെ വണ്ടി വാടക 100 ഉറുപ്യ. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോട്ടെ. വേണ്ട വെച്ചോ വെച്ചോ. വേണ്ട. ശരി, പോയിക്കോ. ഒന്ന് മാറിന്നാ, കാഴ്ചയും കണ്ടിങ്ങനെ നിക്കുക. ഇപ്പൊ കണ്ട കൂട്ടര് അന്വേഷണത്തിന് വരാന്ന് പറഞ്ഞിട്ട് എന്തായി? അത് പറയാനാ ഞാൻ വന്നത്. അത് നടക്കൂല. എന്തേ, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും? പ്രശ്നം നമ്മളെ കബീറിനല്ലാന്ന്. പിന്നെ അതിപ്പോ കാലിന് സുഖമില്ലാത്ത ഒരു പെങ്ങള് മുടക്കാച്ചേർക്കായിട്ടുള്ള വീട്ടിക്ക് ഓലെ കുട്ടിനെ കൊടുത്തയക്കൂലാന്ന് ഓന് പറഞ്ഞു. തമ്പുരാനെ, എന്റെ കുട്ടി അതിന് എന്ത് പഴച്ചു? പഠിച്ചോനെ, ഞാൻ കാരണാണല്ലോ എന്റെ കാക്കാന്റെ കല്യാണം മുടങ്ങണേ. നീ കാത്തോളണേ.
ജീവിതമാം പുണ്യം മാനവർക്കേകി അഖില ചരാചര രക്ഷിതാവേ ജീവിതമാം പുണ്യം മാനവർക്കേകി അഖില ചരാചര രക്ഷിതാവേ എന്നെന്നും നിന്റെ കൃപാവരം തേടി ഞാൻ ഏഴുകയാണല്ലോ എന്നെന്നും നിന്റെ കൃപാവരം തേടി ഞാൻ ഏഴുകയാണല്ലോ ഏഴുകയാണല്ലോ അലയുകയാണല്ലോ പടച്ചോനെ എന്റെ ബഷീറല്ലത് ബഷീറേ എന്നെ മനസ്സിലായില്ല എനിക്ക് എന്റെ കബീറല്ലേ അന്നെ എങ്ങനെയാടാ ഞാൻ മറക്കുക? ബഷീറേ എന്റെ പൊന്നു ചങ്ങാതി അന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് വാ കേറി വാ.